ആഹാ, ഇതെന്നാ പരിപാടിയാ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോകണോ? ഒരാഴ്ചയായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ദിവസവും കുറച്ചു സമയം എഴുതിയിരുന്നെങ്കിൽ ഇപ്പൊ പകുതി തീർന്നേനെ. ഈ എഴുത്തെന്നൊക്കെ പറയുന്നത് മിക്സിയിൽ ചമ്മന്തി അരിക്കുന്ന പോലാണോ എല്ലാം കൂടെ അടിച്ച് കുഴച്ചും കിടക്കാൻ? അതിനൊക്കെ ഒരു മൂഡ് വേണ്ടേ? നീ വന്നേ, വാ വാ. ദേ ഒരു കാര്യം, എഴുതിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ നുള്ളും തോണ്ടൊക്കെ ചെയ്താലുണ്ടല്ലോ ഞാൻ എന്റെ പാട്ടിന് പോവും. ചൂടാവാതെന്റെ പെമ്പിളെ, ഞാൻ നിന്റെ പാവം കെട്ടിയവനല്ലേ. ആ, എവിടം വരെ എഴുതി നിർത്തിയത്? എല്ലാ കണ്ണുകളും മനോഹരങ്ങളാണ്. പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ വരദാനമാണ് കണ്ണ്. ദേശാന്തരങ്ങൾക്കനുസൃതമായി അവയ്ക്ക് നിറം മാറുന്നത് കാണാം. തൊട്ടാവാടി പൂക്കളുടെ നേർത്ത നിറം തൊട്ട് ഞാവൽ പഴത്തിന്റെ കടും നിറം വരെ. തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ ഇട്ടേച്ചു പോകും. ഓ, ഞാനൊന്നും ചെയ്യുന്നില്ലേ. എഴുതിക്കോളൂ. നിന്റെ കണ്ണുകളുടെ നിറം ഈ പറഞ്ഞതിലൊന്നും പെടുന്നില്ല. ദൈവം നിനക്ക് മാത്രമായി ചാലിച്ചെടുത്ത നിറമാണത്. മഴവില്ലിന്റെ 7 നിറവും സപ്തസാഗരവും ആവാഹിച്ചെടുത്തിട്ടും തൃപ്തി വരാഞ്ഞ് ആകാശത്തിന്റെ അനന്ത നീലിമ അത്രയും കൂടി ആ നീലോൽപ്പല മിഴികളിൽ അരച്ചു ചേർത്തിരിക്കുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ അവന്റെ വികാരത്തിന്റെ ചരടുകൾ ഓരോന്നോരോന്നായി വലിഞ്ഞു മുറുകി. അവന്റെ ചുംബനമേറ്റപ്പോൾ അവളുടെ കൈവണ്ണയിലെ നീലരോമങ്ങൾ എഴുന്നു നിന്നു. പിന്നെ അവളുടെ രതിമോഹങ്ങളിലെ തിളക്കത്തിന്റെ ചീളുകളിലൂടെ കൊള്ളിയാൻ മിന്നി. കടിഞ്ഞാൻ പൊട്ടിച്ച് ഉക്രയിട്ട് തലങ്ങും വിലങ്ങും പായുന്ന കുതിരക്കൂട്ടങ്ങൾ അവളുടെ മനസ്സിലൂടെ തേരോട്ടം നടത്തി. അവളുടെ നേരിയ തന്തികളിൽ വിരലൊന്നു തൊടുകയേ വേണ്ടു. മധുരസംഗീതമായി നാരായണിയമ്മ പോലൊന്നുമല്ല പെണ്ണ്. ഏപ്രിന്റെയും ഗ്ലൗസും ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പോടെ ഇറങ്ങിയിരിക്കുക. നീ ഒന്നും പറയാൻ പോകണ്ട, എന്നാ വേണം കിട്ടോട്ടെ. ഒരു ജോലിക്കാരെ കിട്ടാനുള്ള പാട് നിനക്ക് അറിയാമല്ലോ. ആ കീങ്ങി തന്നെ എന്നാത്തിനാ? ഇതിനകത്ത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. സാർ ഈവനിങ്ങിൽ വരുന്നതിനുള്ളിൽ എല്ലാം അടുക്കി പെറുക്കി വെച്ച് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. വേണ്ട വേണ്ട, അന്നൊരിക്കൽ നീ റൂം വൃത്തിയാക്കിട്ടെ 1-2 പേപ്പർ കാണാതായിട്ട് ഞാൻ പെട്ട പാടേ. ഇതേ സർക്കാർ കാര്യമാ. നീ ഇതേന്ന് വല്ലതും വലിച്ചു വാരി പുറത്തിട്ടാ ഞാൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഈ റൂമിൽ തൊട്ടുള്ള കളി വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട, എനിക്കാണോ നിർബന്ധം? അപ്പോഴേക്കും പിണങ്ങിയോ? അതെ, ഞാൻ വൈകിട്ട് വരുമ്പോ ഇന്നലെ എഴുതിയ 2 അധ്യായത്തിന്റെ കോപ്പി എടുത്ത് വെച്ചേക്കണം. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് പോത്തിനെ പോലെ അവിടെ ഉറങ്ങിയേക്കരുത്. അതൊക്കെ ഞാൻ ചെയ്തോളാം, സാറ് ചെന്നാട്ടെ. വാ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ബൈ. ഹലോ ഹലോ, നോവലിസ്റ്റ് സണ്ണി കുറുവല സാറുണ്ടോ? ആരാ സംസാരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണ്, ആരാധിക. അദ്ദേഹം ഇവിടെ ഇല്ല. അയ്യോ, കഷ്ടമായി പോയി. എനിക്ക് അർജന്റ് ആയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നല്ലോ. എന്നതിനാ? ഏതോ ഒരു ക്രിമിനൽ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പത്രത്തിൽ വായിച്ചു. അത് കണ്ടതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ മാഡത്തിന് അറിയില്ല. അദ്ദേഹം എപ്പോൾ വരും? എന്നതിന് ഇതൊക്കെ അറിയുന്നത്? നിനക്കൊക്കെ വേറെ പണിയില്ലേ? സ്റ്റൂപ്പിഡ്. ചോദ്യം കേട്ടില്ലേ? എവിടെ പോയി, എന്നത്തിന് പോയി? കണ്ടില്ലേ, ഇവക്കൊക്കെ ഉറക്കം വരത്തില്ലായിരിക്കും. ഹലോ.
മാഡം ഒരു മാനേഴ്സ് ഇല്ലാതെ ഫോൺ കട്ട് ചെയ്തത്? ദിസ് ഇസ് an STD കോൾ. നിങ്ങൾ ആരാ? അദ്ദേഹത്തിന്റെ വൈഫാണോ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഏതായാലും ഇത്രയും മാനേഴ്സ് ഇല്ലാത്തൊരു വൈഫാണ് സണ്ണി സാറിന്റേതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ആരാടി എന്നെ മാനേജ് പഠിപ്പിക്കാൻ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇവിടെ വിളിച്ച് ശല്യം ചെയ്തതിലുണ്ടല്ലോ. എന്താ അത്ര ചിരിക്കാൻ? എന്നാത്തിന് എന്റെ ചേച്ചി ഇത്രയും ചൂടാവുന്നേ? ഇത് ഞാനാ, മിസ് സോണിയ ചെറിയൻ, യുവർ ലവ്ലി ഓൺലി സിസ്റ്റർ. നീയോ? നീ ആള് കൊള്ളാലോ. ചേട്ടന് ഫാൻസി വിളിക്കുന്നത് ചേച്ചിക്ക് അലർജിയാണെന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് ചേച്ചിയെ ഒന്ന് പറ്റിക്കാൻ. ആ മതി മതി. ആട്ടെ, നീ ഇപ്പൊ എവിടുന്നാ? സ്റ്റഡി ടൂറൊക്കെ എങ്ങനെ? അടിപൊളി. ഇതാ നീ ആവശ്യപ്പെട്ട പങ്കജ് ഉദാസിന്റെ കളക്ഷൻ. കബി ആൻസു കബി ഖുശ്ബു. ഹായ്, താങ്ക് യു. എന്താ ഇത്? ഏയ് വേണ്ട, സോണി വന്നിട്ടുണ്ട്. ഓ എവിടെ? ഹായ് സണ്ണിച്ചായ. അല്ല ഇത് എപ്പോ വന്നു? ഇതെന്നത് സണ്ണിച്ചായ, കവിളിലൊരു പാടൊക്കെ. ചേച്ചി പോടിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ന്യൂസ് പേപ്പറിൽ കോർട്ടിലെ പെർഫോമൻസ് അറിഞ്ഞപ്പോഴേ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വിളിച്ചതാ. പക്ഷെ എന്നെ ചെയ്യാനാ? സണ്ണിച്ചായനെ കിട്ടുണ്ടായോ? ഇവള് വന്ന് കയറിയപ്പോ തുടങ്ങി ലാത്തിയ. എടി, കേസ് ജയിച്ചെങ്കിലേ അതെന്റെ കെട്ടിയോന്റെ മിടുക്ക, അറിയോ? ചേച്ചി കൂടുതൽ എന്നെ ഞെളിയണ്ട. അതെ, രണ്ടാളും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. തട്ടിക്കളയൊന്ന് വെല്ലു വിളിച്ചേച്ചല്ലേ അവൻ പോയത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ആൻസി പേടിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ അവള് ഭയങ്കര ടെൻഷനില്ല. ആട്ടെ, ആരെങ്കിലും എന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എനി ലെറ്റേഴ്സ്? ആ, 1-2 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആരാധികമാരാ. ഇവക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. വീട് മുഴുവൻ ഗസൽമയാണല്ലോ. ആ, ഗസൽ മാത്രമല്ല, പോപ്പ്, ക്ലാസിക്, ഭജൻ. എന്തിന്? ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി വരെ ഉണ്ട് ഇവിടെ. സംഗീതവും സാഹിത്യവും ബെസ്റ്റ് കോമ്പിനേഷൻ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. താങ്ക് യു.